ഇനി മുതലേ അമ്മയുടെ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക. എന്ത് കാര്യം? ഇടയ്ക്കൊന്ന് ഫേഷ്യൽ ചെയ്യാം, പിന്നെ വേണമെങ്കിൽ മുടിയൊന്ന് കളർ ചെയ്യാം. ഇതെന്താടി? അവസാനം നീ എന്നെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കുവോ? അങ്ങനെ ഒരു ആലോചന ചിലപ്പോ ഉണ്ടാവും. ഏതോ നമുക്ക് ഏതെങ്കിലും മാട്രിമോണി സൈറ്റിൽ നോക്കിയാലോ? മുതിർന്ന 2 കുഞ്ഞുങ്ങളുള്ള ഡോക്ടർക്ക് അനുയോജ്യനായ വരനെ ആവശ്യമുണ്ട്. ഒന്ന് മിണ്ടാതിരുന്നോ അവിടെ? അടിച്ച് ഞാൻ ശരിയാക്കും. പരസ്യം കൊടുക്കാൻ നടക്കുക. ഒരു തമാശയ്ക്ക് വേണ്ടി പോലും അമ്മ അങ്ങനെ ഒരു കാര്യം ഓർമ്മിപ്പിക്കല്ലേ മക്കളെ. അമ്മേ, നമുക്ക് നാളെ എല്ലാവർക്കും കൂടി കുട്ടിച്ചന്റെ വീട്ടിൽ പോയാലോ? പറ്റില്ലടാ. എനിക്ക് നാളെ രാവിലെ അരുണങ്ങളുടെ കൂടെ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ നിങ്ങളെ 2 പേരെയും കൂടെ അവിടെ ആക്കാം. അരുണങ്കളായിട്ട് എവിടെയാ? അത് ഹോസ്പിറ്റൽ സംബന്ധമായിട്ട് ഒരാളെ കാണാനാ. എനിക്ക് ഉത്തരവാദിത്തമൊന്നുമില്ല, ഞാൻ വെറുതെ കൂട്ടുപോകുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അമ്മ പോയിട്ട് അങ്ങോട്ട് വന്നാൽ മതി. ഞാനേ കമലേച്ചി വിളിച്ചു പറയാം നാളെ ചെല്ലാന്ന്. അമ്മ, ഞാൻ ഫോൺ എടുത്തിട്ട് വരാവേ. ആ സ്പീഡ് കണ്ട അറിഞ്ഞൂടെ അമ്മേ? ആ ഫ്രണ്ടാ. ആയിക്കോട്ടെ, സംസാരിച്ചോട്ടെ, അതിനെന്താ? അമ്മയിപ്പ ചേച്ചി പഴയതുപോലെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. ഫോണൊക്കെ വരുമ്പോ ശ്രദ്ധിക്കണ്ടേ? ആഹാ, ഒരു കാര്യം ചെയ്യാം, ഇനി മുതലേ അമ്മ ഈ കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ തന്നെ ശ്രദ്ധിച്ചോളാം. തല്ലുകൊള്ളു നിനക്ക് അവളുടെ ഇന്ന്. ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്താണല്ലോ വിളി. എന്തു പറ്റി? ഒന്നുമില്ലടോ, കുറേ നേരമായിട്ടേ ഒരു മൂഡ് ഓഫ്. അപ്പൊ പിന്നെ അതങ്ങ് മാറ്റിക്കളയെന്ന് വിചാരിച്ചു. എന്താ ഇത്ര അസ്വസ്ഥത? ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്യുന്നു, ഏത് സമയത്തും ചുറ്റും ആൾക്കാരുണ്ട്, ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലാന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ? അങ്ങനെ എടുത്ത് ചോദിച്ചാലൊന്നുമില്ല. പിന്നെ കുറേ സമയം വെറുതെ ഇരിക്കുമ്പോൾ എന്തോ പോലെ തോന്നുന്നു. ഈ എഴുത്തുകാരൊക്കെ മനസ്സിലെ ശൂന്യത എന്നൊക്കെ പറയില്ലേ, അതുപോലെ. വിട്ടുപിടി മോനെ, അത്തരം ലാംഗ്വേജ് ഒന്നും നമുക്ക് താങ്ങില്ല. അതെ, വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കാൻ പറ്റുമോ? പറയുന്നത് താനല്ലേ. നമ്മുടെ ഈ റിലേഷൻ എന്നേക്കുമായി കട്ട് ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കാം. അയ്യോ, അതെന്താ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഉണ്ടായി. ഒരാൾ നമ്മളെ സ്ഥിരമായിട്ട് പറ്റിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ തോന്നുക? എത്ര കാലമായിട്ട് ഞാൻ നേരിട്ട് കാണാമെന്ന് പറയാ, ഇത്ര എക്സ്ക്യൂസ് പറഞ്ഞു. ഇനി എനിക്ക് പറ്റില്ല. ഒന്നുകിൽ നമുക്ക് നേരിട്ട് കാണാം, അല്ലെങ്കിൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. ഇതിപ്പം ഞാൻ അങ്ങോട്ട് വിളിച്ച് കുടുങ്ങിയല്ലേ? അല്ല, ഞാൻ പറഞ്ഞതിൽ ന്യായമില്ലേ? സത്യം പറയാലോ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒഴിഞ്ഞു മാറുന്നതിൽ എനിക്ക് എന്തൊരു ഡൗട്ട് ഉണ്ടല്ലേ? ഡൗട്ടൊന്നും അല്ല, എന്നാലും എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട്. അളവ് വിട്ട് മാന്യനാവാൻ പാടില്ല എന്ന് പറയാറുണ്ട്. എന്റെ ഭാഗത്തുനിന്ന് പറ്റിയൊരു മിസ്റ്റേക്കാ. ഒരു കാര്യം ചെയ്യ്, എനിക്കൊരു 3 ദിവസത്തെ സമയം താ. അതുവരെ എവിടെ പോകുന്നു? അതുവരെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്, ഓൾറെഡി പ്ലാൻ ചെയ്തതാ. അത് കഴിഞ്ഞ് നമ്മൾ മീറ്റ് ചെയ്യും. കാണുമ്പോ എനിക്ക് കുറച്ച് അധികം സമയം വേണം. എന്തിന്? ഇത്രയും നാളും ശബ്ദത്തിലൂടെയല്ലേ നമ്മൾ തമ്മിൽ അറിയൂ. ഇനി നേരിട്ട് സംസാരിക്കാം, തന്റെ കണ്ണിൽ നോക്കി സംസാരിക്കാം. അത് കൊള്ളാം. പക്ഷെ ഈ പറഞ്ഞ വാക്ക് ഓർമ്മ വേണം. അന്ന് നമ്മൾ കാണുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ കാണുന്നേ ഇല്ല. ഓക്കെ, സമ്മതിച്ചു. വീട്ടിലത്തെ അവസ്ഥ എന്താ? എന്ന് വെച്ചാ വീട്ടിൽ എല്ലാവരുടെയും കൂടെ ഇരിക്കുമായിരുന്നോ, അതോ മുറിയിൽ തനിച്ചിരിക്കുമായിരുന്നോ? അതാ ഉദ്ദേശിച്ചത്. ഞാൻ അമ്മയോട് യതോടൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. സോറി, അത് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. അവരുടെ അടുത്തേക്ക് തിരിച്ചു. അത് എടോ, ഒരു വീട്ടിലെ സന്തോഷകരമായ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അതങ്ങനെ പെട്ടെന്ന് ക്രിയേറ്റ് ആവുന്ന ഒന്നല്ല. നമുക്ക് സംസാരിക്കാൻ ആവോളം സമയമുണ്ടല്ലോ. ബാക്കി കാര്യങ്ങളിലൊക്കെ നല്ല മര്യാദ. എന്നെ കാണുന്ന കാര്യത്തിൽ മാത്രം ആ മര്യാദ ഇല്ല. അത് നമ്മൾ ഫിക്സ് ചെയ്തല്ലോ. ഡേറ്റ് നമ്മൾ മാറില്ല, ഐ എം ഷുവർ. ഓക്കെ. അങ്കിൾ, ഞാനൊന്ന് മൈഥിലി മാമിന്റെ അടുത്ത് വരെ പോവാ. ആ പ്രശ്നം തീർക്കണം. പോയിട്ട് വാ. എങ്ങോട്ടാ?
ഇതെന്തു പറ്റി മോൾക്ക്? ചോദിച്ചത് കേട്ടില്ലേ? എങ്ങോട്ടാ പോകുന്നേന്ന്? പുറത്തേക്ക് കൊണ്ടൊരു കാര്യം ഉണ്ടായിരുന്നു. വീട്ടിൽ മുതിർന്ന ഒരാൾ ഉണ്ടാവുമ്പോ പറഞ്ഞിട്ട് പോകുന്നതല്ലേ ശരി? അത് ശരിയാ. ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? ഓ, ഇനി പോലും പറഞ്ഞു കൊടുത്തോളാം. എനിക്ക് എല്ലാ കാര്യങ്ങളും നോക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. എല്ലാവരും നന്നായിട്ട് നടന്നോളണം, കേട്ടല്ലോ? ഓ, കേട്ടോളാമേ. ഡോ, താനാണോ മോളെ കൊണ്ട് ഇങ്ങനെ ഒരു കോലം കെട്ടിച്ച്? എന്നെ ഒന്നും പറയണ്ട. ഞാൻ മുറിയിലേക്ക് ചെല്ലുമ്പോഴേ ആള് മീശയൊക്കെ വരച്ചു കഴിഞ്ഞു. പിന്നെ ചെറിയ ഹെൽപ്പ് ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. എന്തായാലും സംഗതി ഗംഭീരമായിട്ടുണ്ട്. എന്നെ അങ്കിളിനെ ഞെട്ടിച്ചിളഞ്ഞില്ലേ? റിസക്കുട്ടി, അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. അല്ല, ഇത്രയും ഗൗരവമുള്ള ആൾക്കാരെ എവിടെയാ കണ്ടിരിക്കുന്നേ? ആരെയും കാണാതെ പഠിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്, കള്ളു കുടിച്ച് മീശയും പിരിച്ച് ആൾക്കാര് നിക്കുന്നത്. ആഹാ, അപ്പൊ നിനക്ക് നീ കള്ളും വേണോ? ആ, നോക്കാം. എന്റെ അമ്മേ, ഇവള് പറയുന്ന കേട്ടോ. ഇനി നിന്നെ കൊണ്ട് ഞാൻ വേഷം കെട്ടിച്ചു തന്നെ. അതെ, എന്താ അമ്മയുടെ മോളുടെ പരിപാടി? എനിക്ക് ഇറങ്ങണം. കാർന്നോരെ അനുവാദം കിട്ടിയിരുന്നെങ്കിൽ പോവായിരുന്നു. എന്താ കാർന്നോരെ, ഇറങ്ങിക്കോട്ടെ? എപ്പോ വരും? പോകുന്ന കാര്യം കഴിഞ്ഞാ ഉടനെ വന്ന് മോൻ കാണിച്ചോളാമേ. ആ, പിന്നെ കാർന്നോരൊന്ന് അനങ്ങാണ്ട് നിൽക്കണേ. ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഫോട്ടോ എടുക്കുമ്പോ ഒന്ന് ചിരിക്കടോ. ഞാനിങ്ങനെ വേണമെങ്കിൽ എടുത്താ മതി. കാർന്നോരിങ്ങോട്ട് വന്നേ. എന്താ? വാടോ. ഓക്കെ, ഇനിയേ ഇവിടെയുള്ളവരെ മൊത്തം വരട്ടിക്കോ. ഇറങ്ങട്ടെ? ചിരിക്കടോ. ശരി അങ്കിൾ. ആ, ശരി. മതി മതി, ഇനി നമുക്കിതൊക്കെ മാറ്റാം. എന്റെ കൊച്ചിനെ കണ്ടിട്ട് എനിക്ക് തന്നെ എന്തോ പോലെ തോന്നുന്നു. കുറച്ച് കഴിയട്ടെ അമ്മേ, ഇത് നല്ല രസമുണ്ട്. എന്നാ പിന്നെ നീ അകത്ത് പോയി ജോലി ഉണ്ടെങ്കിൽ ചെയ്യും. ഞങ്ങള് കാരണവന്മാര് തമ്മിൽ സംസാരിക്കട്ടെ. വാ. എനിക്ക് അപ്പൂപ്പനെയും കുറച്ച് ഉപദേശിക്കാനുണ്ട്. ആയിക്കോട്ടെ, നമുക്കേ മുകളിലേക്ക് പോവാം. ട്രീസമ്പോൾ അപ്പൂപ്പനെ വഴക്ക് പറയുന്നത് അമ്മ കേട്ടാലേ അപ്പൂപ്പന് നാണക്കേടാ. അതുകൊണ്ടാ. എന്നാ വേഗം പോ. വാ. സുമ, മക്കൾ എന്തായാലും കുട്ടീശന്റെ അടുത്ത് ഉച്ചഭക്ഷണം കഴിച്ചോളും. ഞാൻ മിക്കവാറും ആ സമയത്ത് അവിടെ എത്തുകയും ചെയ്യും. എന്നാ പിന്നെ ഞാനൊന്നും വെക്കുന്നില്ല. ഇത് നീ പറയുന്ന എനിക്കറിയും. അതുകൊണ്ടാണല്ലോ ഇത്രയും വിശദീകരിച്ചത്. ഭക്ഷണം ഉണ്ടാക്കി കൃത്യസമയത്ത് കഴിച്ചോളണം. ഞാൻ ഇവിടെ വന്ന് നോക്കും നീ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ എന്ന്. കേട്ടോ? ഇവിടെ ഫ്രിഡ്ജിൽ എന്തൊക്കെയോ ഇരിപ്പുണ്ട്, ഞാനത് എടുത്തോളാം. ഒരു കാര്യം ചെയ്യാം, ഫ്രിഡ്ജിലിരിക്കുന്നത് എന്തായാലും ഞാൻ എടുത്ത് കളഞ്ഞിട്ട് പോവാം. അപ്പൊ പിന്നെ നീ വേറെ വെക്കുമല്ലോ. അണ്ണങ്ങൾ വന്നില്ലേ അമ്മേ? ഇറങ്ങിയപ്പോ വിളിച്ചതാ, എത്തേണ്ട സമയമായി. അമ്മ ആരുടെങ്കിലും പോയിട്ട് വരാൻ ഒരുപാട് സമയം എടുക്കോ? സത്യം പറഞ്ഞാൽ കൂടെ പോകുന്നു എന്നല്ലാതെ അവിടെ എന്താ നടക്കാൻ പോകുന്നു എനിക്ക് ഒരു ഐഡിയ ഇല്ല. ചിലപ്പോ ഈ ഫുട്ബോളൊക്കെ അടിച്ചു തീർപ്പിക്കുന്ന പോലെ അടുത്ത നിമിഷത്തിൽ തന്നെ പുറത്തു വരാൻ സാധ്യതയുണ്ട്. അരുണങ്ങൾ പറഞ്ഞ കണക്കനുസരിച്ച് അങ്ങനെ ഒരാളുടെ മുന്നിലേക്കാ പോകുന്നത്. അയാളെന്തെങ്കിലും ജാട കാണിച്ചാ അമ്മ കണ്ടുവയ്ക്കൊന്നും വേണ്ട. അമ്മ നല്ലത് പറഞ്ഞു. എടാ പൊന്നുമോനെ, ഞാനൊരു കോംപ്രമൈസിനാ പോകുന്നത്. എന്നിട്ട് പിന്നെ എനിക്ക് തന്നെ ആദ്യം ദേഷ്യം വന്നാലോ? ആ, അരുൺ വന്നു. ഞാൻ ലേറ്റ് ആയില്ലല്ലോ? ഞങ്ങൾ എത്ര നേരമായിട്ട് റെഡിയായി നിൽക്കാന്നറിയോ? അയ്യോ സോറി, ഞാൻ മോളുടെ അടുത്തിരുന്ന് സമയം പോയതറിഞ്ഞില്ല. ഞാൻ ഇതും കൂടി അവളെ കാണാൻ വരുന്നുണ്ട്. അവളുടെ കൂടെ കുറച്ചേരം ഇരിക്കണം. അവളുടെ കുസൃതിയൊക്കെ കാണാമല്ലോ. ഓൾവേസ് വെൽക്കം മാം. നമുക്കിറങ്ങിയാലോ? ഞാൻ തന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം? കാര്യം ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. ആവണിയും താനും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഏയ്, നത്തിങ്. അത് താൻ പറയണ്ട.
ഒരു 2-3 ദിവസം മുമ്പ് വരെ ഞങ്ങളുടെ വീട്ടില് ഏറ്റവും കൂടുതൽ സമയം അപകരിച്ചുകൊണ്ടിരുന്നത് താനാ. കാരണം എന്താ? അവള് തന്നെ കുറിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് പെട്ടെന്ന് സ്റ്റോപ്പ് ആവുമ്പോ അതിനൊരു കാരണം ഉണ്ടാവാതിരിക്കില്ലല്ലോ. നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാവുമെന്നോ ഇതിന് ഞാൻ മറുപടി പറയേണ്ടി വരുമെന്നോ ഞാൻ ചിന്തിച്ചില്ല. എനിവേ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. എൻ്റെ കാര്യത്തിൽ ആവണി കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്നു എന്നൊരു തോന്നൽ. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടു, അത്രേ ഉള്ളൂ. ആ പെണ്ണിന്റെ വരവാണോ കാരണം? തൻ്റെ ആ പഴയ അശ്വതിയുടെ വരവ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അയാളെന്നെ കാണാൻ വന്നത് ദയനീയമായൊരു സിറ്റുവേഷനിലാണ്. എനിക്ക് അയാളോട് പകയോ വൈരാഗ്യമോ ഒന്നും തോന്നിയില്ല. ഹെൽപ്പ് ചെയ്യണമെന്ന് തീരുമാനിച്ചു. പക്ഷേ ആവണി അതിനെ വേറൊരു അർത്ഥത്തിലാണ് കണ്ടത്. അയാൾ അശ്വതിയോട് ദേഷ്യപ്പെട്ടു, എന്നോട് മുഖം കറുത്ത് സംസാരിച്ചു. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ആവണിയെ വഴക്ക് പറയേണ്ടി വന്നു. കാര്യം ഇത് തന്നെയാണെന്ന് ഞാൻ ഊഹിച്ചു. പക്ഷേ അവൾക്ക് നല്ല വിഷമമുണ്ടോ? കാരണം എനിക്കും അനാമികയ്ക്കും അപ്പുറം അവളൊരു അടുപ്പം കാണിച്ചിട്ടുള്ളത് തന്നോട്. വേറൊരു ആംഗിളിൽ നോക്കിയാൽ കുഴപ്പം. തന്നെ മനസ്സിലാക്കിയതുകൊണ്ടും അവളെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കിയതുകൊണ്ടും അവളെക്കുറിച്ച് നല്ല ധൈര്യമുള്ളതുകൊണ്ടും എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. താനിപ്പോ നാളെ തന്നെ അവളെ വിളിച്ച് സോറി പറയണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. എനിക്കറിയാം രഞ്ജിത്ത്, ആവണി നല്ല കുട്ടിയാണ്. എൻ്റെ കാര്യങ്ങളടക്കം മറ്റൊന്നും അയാളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കാതിരിക്കട്ടെ. അയാൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. ഇപ്പൊ എന്നോടുള്ള വൈരാഗ്യം അതിനുപകരിക്കുമെങ്കിൽ ഉപകരിച്ചോട്ടെ. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. എടോ, ഈ പെമ്പിള്ളാർക്കൊരു കാര്യമുണ്ട്. നിസ്സാര കാര്യം മതി ലോകം അവസാനിച്ചു എന്ന് കരുതി കളയും. അതോടുകൂടി മുന്നോട്ട് പോകാനുള്ള വഴികളൊക്കെ അവർ തന്നെ അടയ്ക്കും. ഇനി ഞാൻ അയാളോട് മോശമായിട്ടൊന്നും പെരുമാറില്ല, വഴക്കും പറയില്ല. പോരെ? അത് മതി. അപ്പൊ പിന്നെ അവൾ അതിനോട് പതുക്കെ പതുക്കെ പൊരുത്തപ്പെട്ടോളൂ. അല്ല, ചോദിക്കാൻ മറന്നു, തിരിച്ചു വന്ന പെൺകുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? വരവെന്തായാലും നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു ചോദിക്കാനൊന്നുമല്ല. ജീവിതം അവളെ വല്ലാതെ പഠിപ്പിച്ചിരിക്കുന്നു. യാഥാർത്ഥ്യങ്ങളോട് കൃത്യമായിട്ട് പൊരുത്തപ്പെട്ടിട്ടുണ്ട്. അതാ നല്ലത്. എങ്കിൽ പിന്നെ താൻ പോയിക്കോ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ആയിക്കോട്ടെ, ഞാൻ സമയം പോലെ തന്നെ അടുത്തേക്ക് വരാം. ശരി. ഓക്കെ. ആരാ? ആനന്ദ് സാറല്ലേ? ഉണ്ട്. കാണാൻ വരാൻ പറഞ്ഞിരുന്നോ? ഇല്ല. എന്നാ കാണുന്ന കാര്യം ബുദ്ധിമുട്ടാ. ഞങ്ങൾക്ക് അദ്ദേഹത്തെ കണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞിട്ട് എന്താ സാറേ കാര്യം? മുൻകൂട്ടി പറയാത്തവരെ അകത്ത് കയറ്റി ഇരുത്തിയ എന്നോട് ചാടും. ഞങ്ങൾ കുറച്ച് ദൂരം നിന്ന് വരിക. അദ്ദേഹത്തിനൊരു ബിസിനസിന്റെ കാര്യം സംസാരിക്കാനാ. ഒന്ന് പറഞ്ഞു നോക്ക്. ഞങ്ങൾ രണ്ടുപേരും ഡോക്ടേഴ്സാ. ആ വാ. ഇരിക്ക്. ദേ, ഞാൻ നിങ്ങളോട് പറയാനുള്ളത് പറഞ്ഞു. നിർബന്ധപൂർവ്വം കയറിയിരുന്നാണെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ചായയോ കാപ്പിയോ വേണമെങ്കിൽ സാറ് വന്ന് പറഞ്ഞാലേ ഞാനിടും. മാഡത്തിന് ഒരു ഏകദേശ ചിത്രം കിട്ടിക്കാണുമല്ലോ അല്ലേ? അത് ചിലർക്കുള്ളതാ, ജോലിക്കാരുടെ മുമ്പിൽ ഒരു പെർഫോമൻസ്. അതെന്തോ വലിയ കാര്യമെന്നാ ഇവരുടെയൊക്കെ ഒരു ധാരണ. എങ്ങനെയെങ്കിലും കുറച്ച് സമയം അദ്ദേഹത്തിന് മുമ്പിൽ ക്ഷമിച്ചിരുന്നേ പറ്റൂ. മിസ്സസ് ചെറിയാൻ, ഈ വിഷയത്തിൽ മിനിസ്റ്ററെ ബന്ധപ്പെടുത്താൻ ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്തതാണ്. അതിന് എന്നെ എങ്ങനെയാണ് ബ്ലെയിം ചെയ്യുന്നത്? ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. ദേ, എനിക്ക് പൊളിറ്റീഷ്യൻസിനെ കാത്തിരിക്കണമെന്നും പറ്റില്ല. അവർക്കേ അവരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്നമാരെ കണ്ടായിരിക്കും ശീലം. ഞാൻ അങ്ങനെ അല്ലല്ലോ. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു ടൈം ഫിക്സ് ചെയ്യും.
കൃത്യസമയത്ത് തന്നെ ഞാൻ അവിടെ വരാം. മീറ്റിംഗ് കൃത്യസമയത്ത് തന്നെ ആരംഭിക്കുമെങ്കിൽ ഞാൻ അതിൽ പങ്കെടുക്കാം. അതർവൈസ് എന്നെ കൊണ്ട് പിന്നെ ഒന്നും കഴിയില്ല. ഇത് നിങ്ങളുടെ ആവശ്യം മാത്രമാണ്, എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, രാത്രി വിളിച്ചോളൂ. മണി, എന്താ സാർ? എനിക്കൊന്ന് പുറത്തു പോകണം. മിക്കവാറും രാത്രിയാവും തിരിച്ചു വരാൻ. സാറേ, വിസിറ്റേഴ്സ് ഉണ്ട്, സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാ. ആരോട് ചോദിച്ചിട്ട്? അത് സാറേ, രണ്ടുപേരും ഡോക്ടർമാരാണെന്ന് പറഞ്ഞതുകൊണ്ട്. എന്നെ കാണാൻ വേണ്ടി ഇങ്ങനെയല്ല ആളുകൾ വരുന്നത്. ഇത് ഞാൻ മണിയോട് പല തവണ പറഞ്ഞിട്ടുള്ളത്. മേലിൽ ഇത് ആവർത്തിക്കരുത്. മിസ്റ്റർ ആനന്ദ് മഹേശ്വർ, നീ ആരാടാ ഇത്ര ഷോ കാണിക്കാൻ? നിന്നെ കാണാൻ എന്തിനാ മുൻകൂട്ടിയൊക്കെ അനുവാദം വാങ്ങിക്കുന്നത്? അല്ല, സാർ യഥാർത്ഥത്തിൽ ആരാ? മാം, നീ ഇതെവിടെയായിരുന്നു? ഈ വിസിറ്റ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതേയില്ല. ആളുകളെ കിടുകിടാ വിറപ്പിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ, മന്ത്രിമാരോടും രാഷ്ട്രീയക്കാരോടും തികഞ്ഞ പുച്ഛം, അഹങ്കാരത്തിനാണെങ്കിൽ യാതൊരു കുറവുമില്ല. എടാ മഹി, നീ തന്നെയാണോ ഇത്? നീ ഇരിക്കേ. മണി, ചായ എടുക്ക്. നിക്ക് നിക്ക്. വീട്ടിലൊരാള് വന്നാ കാപ്പിയോ ചായ എടുക്കണമെങ്കിൽ നിന്റെ അനുവാദം വേണം. ഇതൊക്കെ നീ എവിടുന്ന് പഠിച്ച ചിട്ടയാടാ? നീ അത് വിട്. മണി, ചായ എടുക്ക്. ഓ, എന്താരും അത് ഇവൻ നിങ്ങൾക്കൊക്കെ ആനന്ദ് മഹേശ്വർ, ഞങ്ങൾക്ക് മഹി. ഞങ്ങളൊരു ബാച്ചായിരുന്നു. അത് കൊള്ളാലോ. അരുണും ഞാനും ഒന്നിച്ചായിരുന്നു ഒരേ ഹോസ്പിറ്റലിൽ. അരുൺ ഞങ്ങളുടെ കുടുംബത്തിലൊരു അംഗം തന്നെയാ. നിങ്ങൾ തമ്മിലൊരു ഉടക്കുണ്ടായില്ലേ? അതിന് നിന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാ അരുൺ ഇങ്ങോട്ട് എന്നെ കൊണ്ടുവന്നത്. അയ്യോ, ആണോടാ? അല്ല സർ, എങ്ങനെയെങ്കിലും ഇതൊന്ന് കോംപ്രമൈസ് ചെയ്യാനായിരുന്നു ഉദ്ദേശം. ഇങ്ങനെ ഒരു റിലേഷൻ അറിയായിരുന്നെങ്കിൽ ഞാൻ മാമിനെ കൊണ്ട് ഒന്ന് വിളിപ്പിക്കുകയേ ചെയ്യുള്ളായിരുന്നു. ഞാൻ നിന്നെ കണ്ടുമുട്ടുന്ന പ്രതീക്ഷിച്ചതേയില്ല. അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നില്ല. പറ, എന്താ നിന്റെ പരിപാടി? നിന്റെ ഫാമിലിയൊക്കെ? മക്കള് രണ്ടുപേരാ. മൂത്തത് പെൺകുട്ടി, കോളേജിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആള് സ്കൂളിൽ. നിന്റെ ഫാമിലിയൊക്കെ? ആക്ച്വലി ഞാൻ മിഡിൽ ഈസ്റ്റിൽ സെറ്റിൽഡാ. അവരൊക്കെ അവിടെയാ. ഇതിപ്പോ ബിസിനസിന്റെ ഭാഗമായിട്ടുള്ള യാത്രയാണ്. പണ്ടേ മെഡിക്കൽ പ്രൊഫഷനോട് നിനക്കൊരു ഇഷ്ടക്കുറവുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ചു നീ ഒരു ഡോക്ടർ തന്നെ ആവുന്നു. ഡോക്ടർ ആയില്ലെങ്കിൽ എന്താ, അതിന്റെ തൊട്ടടുത്തൂടിയല്ലേ സഞ്ചരിക്കുന്നത്. ഓ, ഇത് വലിയ ബിസിനസ് അല്ലേ? പിന്നല്ലാതെ, കോടികളുടെ കണക്ക്. അതല്ലാതെ മറ്റൊന്നും പറയാനുണ്ടാവില്ല. ആ, പണം ഉണ്ടാക്കാം ഇഷ്ടം പോലെ. ആ, എന്തായാലും നന്നായി. അരുണിന്റെ പ്രശ്നം നമുക്കൊന്ന് സോൾവ് ചെയ്യണമല്ലോ. ആ, ഇനി അതിലെന്താ നമുക്ക് സംസാരിക്കാനുള്ളത്? ഇറ്റ്സ് ഓൾറെഡി സോൾവ്. നിന്റെ കുടുംബത്തിൽ ഒരു അംഗം എന്ന് പറഞ്ഞാ പിന്നെ എനിക്കെന്ത് തർക്കം? ആഹാ, അരുൺ തന്റെ മാനേജ്മെന്റ് ഡിമാൻഡ് ചെയ്തതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ സമ്മതിക്കും. താങ്ക് യു സർ. ഓൺലി ബിക്കോസ് ഓഫ് മൈഥിലി. കാരണം ഇവളെനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ടോളാം.
അങ്ങനെയൊന്നുമല്ല, ഇങ്ങോട്ട് താ. മോളെ കമലെ, എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? ഉച്ചയ്ക്ക് എല്ലാവർക്കും കഴിക്കേണ്ടതല്ലേ? കുട്ടിച്ചൻ വന്നെങ്കിൽ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കായിരുന്നു. വാങ്ങിക്കൊന്നും വേണ്ട, ഞങ്ങളെല്ലാരും കൂടെ എന്തെങ്കിലും ഉണ്ടായിക്കോളാം. അല്ലേ കമലേച്ചി? പിന്നല്ലാതെ. നമുക്ക് അടുക്കളയിൽ കയറാടാ. അതെ, മീനും ഇറച്ചി എന്തെങ്കിലും വേണമെങ്കിൽ കുട്ടിച്ചൻ വന്നാലേ വാങ്ങിക്കാൻ പറ്റൂ. അതെന്താ? ഞങ്ങള് മാർക്കറ്റിൽ പോയി കിട്ടില്ലേ, ഞങ്ങള് പോയി വാങ്ങിച്ചോളാം. നിങ്ങൾ മാർക്കറ്റിലേക്ക് പോകാനോ? എന്റെ മുത്തശ്ശി, അതൊക്കെ പണ്ട്. ഇപ്പൊ മാർക്കറ്റിലേക്ക് ഒന്ന് ചെന്ന് നോക്ക്, അവിടെ മുഴുവൻ ഞങ്ങളെ പോലുള്ളവരാ. കൂട്ടിരിങ്ങാൻ പോകുന്നുണ്ടല്ലോ, പിന്നെന്തിനാ ലക്ഷ്മിയമ്മ മേടിക്കുന്നേ? കമല, അതിനുമുമ്പ് താനൊന്ന് വന്നേ, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അതെന്തോ കാര്യം? അത് നീ കേൾക്കേണ്ട കാര്യമല്ല. ഇതാണ് എനിക്ക് പിടിക്കാത്തത്. കണ്ടോ ലക്ഷ്മിയമ്മേ, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ എന്നെ പുറത്താക്കും. ഇതിന് മാത്രം അവർക്ക് എന്താ രഹസ്യമുള്ളത്? അല്ല, അവര് മുതിർന്ന 2 പെൺകുട്ടികളല്ലേ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ ഇവർ രണ്ടാളും കൂടെ ഇല്ലേ ആറ്റം ബോംബ് കണ്ടുപിടിക്കാൻ പോന്നെ? ചുമ്മാ ജാടയാ. അതെ, ജാട തന്നെയാ. മോൻ ഇവിടെ ഇരിക്കെ, ഞങ്ങള് സംസാരിക്കാനുള്ളതൊക്കെ സംസാരിച്ച് വാങ്ങിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ വരാം. ആ, മനസ്സിലായി. എന്താ രണ്ടുപേരും കൂടി പറയാൻ പോകുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം കേട്ടോ.